നമസ്കാരമുണ്ട്. എന്താണ് അന്ന് സംഭവിച്ചത്? ഇൻസ്റ്റാഗ്രാമിൽ അങ്ങ് ഒരുപാട് വൈറലായ വീഡിയോ. കുട്ടി വലിയ ക്ഷോഭിച്ചൊക്കെ നിൽക്കുന്ന രംഗങ്ങളാണ് ആ വീഡിയോയിലൂടെ കാണുന്നത്. ആക്ച്വലി എന്താണ് സംഭവിച്ചത്? സത്യത്തിൽ സംഭവിച്ചത് എന്താണെന്ന് ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം ബാനു. ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു 2K സദാചാര ഗുണ്ടി എന്ന് വിളിക്കപ്പെട്ട ഒരു കുട്ടിയുടെ വാക്കുകളാണ് ഈ കേൾക്കുന്നത്. ഈ കുട്ടി പറയുന്നത് എത്രത്തോളം നേരാണോ നുണയാണോ എന്ന് ഇത് നമുക്ക് ശരിക്കും അറിയില്ല. കാര്യം ആ കുട്ടി പറയുന്നു, ഞാൻ കാറിലേക്ക് ഒളിഞ്ഞു നോക്കിയപ്പോൾ. ഒരിക്കലും ഒരു കാറിലേക്ക് ഒളിഞ്ഞു നോക്കേണ്ട ഒരാവശ്യം ആ കുട്ടിക്കില്ല. കണ്ടത്. അപ്പം ആ കണ്ട കാര്യം എനിക്ക് പറയാനൊരു ചമ്മലുള്ളത് കൊണ്ടിട്ടാണ് ഞാൻ കണ്ടത്. എന്തിനാണ് വണ്ടി ഇവിടെ ഇട്ടിരുന്നത് എന്ന് ചോദിച്ചത്. ഇത്രയും ചോദിച്ചതേ ഉള്ളൂ. ആളെ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് എന്താണ് കണ്ടതെന്ന് ആ കുട്ടിക്ക് പറയാം. എന്തായാലും സോഷ്യൽ മീഡിയയിൽ മൊത്തത്തിൽ ആ കുട്ടി ഡൗൺ ആയി എന്നാണ് പറയണത്. അപ്പോൾ എന്താന്ന് കണ്ടതെന്ന് വെച്ചാൽ നാട്ടുകാരോട് പറയാലോ. ഒരു ഭാര്യയും ഭർത്താവും ഒരു വഴിവക്കിൽ ഒന്ന് റെസ്റ്റ് എടുക്കാൻ, അത് അവർക്കുടെ വീടിൻ്റെ അവിടെയായി പോയി കാണും. പക്ഷേ നമ്മുടെ ഒരു നിയമം അനുസരിച്ച് നമുക്കൊരു ഉറക്കം വരികയോ എന്തെങ്കിലും അസ്വസ്ഥതകളോ എന്തെങ്കിലും ഉണ്ടായാൽ വണ്ടി ഒതുക്കണമെന്നാണ് നിയമം. ഈ കുട്ടിക്ക് അതൊന്നും അറിയില്ലേ? ചെയ്ത് വെച്ച് എന്നെ ഇത്രയും അപമാനിക്കേണ്ട ഒരു കാര്യമൊന്നും ഇല്ലായിരുന്നു. ഹസ്ബൻഡ് ആൻഡ് വൈഫാണെന്നുള്ളത് ആൾ എന്നോട് പറഞ്ഞില്ല. ആൾ വീഡിയോയ്ക്ക് ലാസ്റ്റ് സോഷ്യൽ മീഡിയയോട് മാത്രമാണ് പറഞ്ഞത്. എൻ്റെ പൊന്നു മോളെ, ഹസ്ബൻഡാണോ വൈഫാണോ എന്ന് പറയാനുള്ള സമയം മോളവിടെ കൊടുത്തില്ലല്ലോ. മോള് ജോലിയും കഴിഞ്ഞ് നേരെ വന്ന് കാറിലേക്ക് ഒളിഞ്ഞു നോക്കാനല്ലേ ശ്രമിച്ചത്. അപ്പോൾ അതിനു മുമ്പ് ഒന്ന് ചോദിക്കണമായിരുന്നു, ചൂടാവുന്നതിന് മുമ്പ്. ഹസ്ബൻഡാണോ വൈഫാണോ, എന്താ പ്രശ്നം, എന്തെങ്കിലും ബുദ്ധിമുട്ടാണോ, നിങ്ങൾക്ക് വെള്ളം വേണോ, എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസ് ആണോ, എന്താ എന്ന് നിങ്ങൾക്ക് മോൾക്ക് ചോദിക്കായിരുന്നു. അതൊന്നും ചോദിക്കാതെ അവരെ ഇട്ട് പൊങ്കാലയിട്ട് ഇപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ ആളാവാൻ നോക്കിയതാണ്. പക്ഷേ 2K സദാചാരമായി പോയിന്ന് മാത്രം. എന്ത് മോശമായി കണ്ടു എന്നാണ് പറയണത്. മിക്ക ഭാര്യയും ഭർത്താവും എന്തായാലും ഒരു അനാശ്വാസ പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് ഒരു വീടിൻ്റെ മുൻവശം തിരഞ്ഞെടുക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാര്യം എന്ന് വെച്ചാൽ ഒരു ഭാര്യയും ഭർത്താവും കാമുകനല്ല കാമുകിയല്ല. അതൊക്കെയാണെങ്കിൽ ശരിയാണ്. ഈ കുട്ടി പറയുന്നതിൽ എന്തെങ്കിലും ഒരു സത്യാവസ്ഥ ഉണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. പക്ഷെ ഒരു ഭാര്യയും ഭർത്താവും പൊതുവഴിയിൽ ചെന്ന് നിന്നിട്ട്, അതും വീടിൻ്റെ ഒരു ഫ്രണ്ടിൽ, കാടിൻ്റെ അങ്ങോട്ടോ അല്ലെങ്കിൽ ആളൊഴിഞ്ഞ സ്ഥലത്തേക്കോ ഒക്കെയാണെങ്കിൽ ശരിയാണ്, ഈ കുട്ടി പറയുന്നത് നമുക്ക് സമ്മതിച്ചു കൊടുക്കാം. പക്ഷേ ഒരു പൊതു സ്ഥലത്ത് കാറ് കൊണ്ടുവന്നിട്ടിട്ട് ഇങ്ങനെയൊക്കെ ഒരു ഭാര്യയും ഭർത്താവും ഒരിക്കലും അത് ചെയ്യാൻ 100% അത് തെറ്റായ വാക്കുകളാണ് ഈ കുട്ടിയുടെ. വീടിന്റെ വഴിയിൽ മുന്നിൽ കൊണ്ട് ഇട്ടിട്ട് ഇതിനകത്ത് എന്തോ കാണിക്കുന്നത്. അത് കാണിക്കാൻ കൊള്ളരുതാത്തത് ഒരു വീടിന്റെ മുൻവശത്തല്ല കൊണ്ടിട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ടിട്ടാണ് ചോദിച്ചത്. അവരുടെ പ്രൈവസി ആണെങ്കിൽ അത് വേറെ അടുത്ത് വേണം പോവാൻ. ഒരു വീടിന്റെ മുൻവശത്തല്ല കൊണ്ടിട്ട് കാണിക്കേണ്ടത്. പരാതി ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നു. ഇതുപോലെ സൈബർ ബുള്ളിങ്ങിന്റെ കാര്യത്തിൽ ഞാൻ സൈബർ സ്റ്റേഷനിൽ ചെന്നു. അവര് പറഞ്ഞത് ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിക്കാൻ ആദ്യം ഈ ആളോട് പറയുന്നുണ്ട്. അപ്പൊ ആള് പറയുന്നത് വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ആദ്യം പറഞ്ഞതൊക്കെ. പിന്നെ ഇതുപോലെ പറഞ്ഞു വീഡിയോ ഡിലീറ്റ് ചെയ്യാം. കുറെ ആലോചിച്ചിട്ടാണ് പറഞ്ഞത് വീഡിയോ ഡിലീറ്റ് ചെയ്യാം. അപ്പം വീഡിയോ ഡിലീറ്റ് ചെയ്താലും അതെന്തായാലും എനിക്ക് വന്ന ഒരു മാനനഷ്ടവും ആ ഒരു ഇതും എന്തായാലും മാറത്തില്ല. അപ്പം സത്യാവസ്ഥ എന്തുവാണെന്നുള്ളത് നാട്ടുകാരെ അറിയിക്കണം. ഞാൻ എങ്ങനെയാണ് ചോദിച്ചതെന്നുള്ളതും ഞാൻ കണ്ടത് മോശകരമായിട്ടുള്ള ഒരു കാര്യം ആയതുകൊണ്ടിട്ടുമാണ് ഞാൻ കയറി ചോദിച്ചത്. അത് ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നില്ല. ഈ വീഡിയോ ആള് ഓപ്പൺ ചെയ്ത് തുടങ്ങിയത് ആള് വീഡിയോ ഓൺ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് അത്രയും റഷായിട്ടൊരു സംസാരം അങ്ങോട്ടും ഇങ്ങോട്ടും കോൺവെർസേഷൻ നടന്നത്. ആള് മര്യാദയ്ക്ക് എന്നോട് സംസാരിച്ച് നോർമലായിട്ട് ബിഹേവ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ അത്രയും ഒരു റഷായിട്ടുള്ള രീതിക്ക് നിൽക്കത്തില്ലായിരുന്നു, ഒരു ദേഷ്യമുള്ള ഭാവത്തിൽ നിൽക്കത്തില്ലായിരുന്നു. അതിന് അവിടെ ചെന്നിട്ട് കാറിൽ ചെന്നിട്ട് ആ മാതിരി ഒച്ചയെടുത്ത് ആവശ്യമില്ലാത്തത് പറഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പ്രവർത്തിക്കുന്നതല്ലേ ഇങ്ങോട്ടേക്ക് തിരിച്ച് കിട്ടുള്ളൂ. ഒരു ഭാര്യയും ഭർത്താവും ഇരിക്കുന്നിടത്ത് ചെന്ന് ഉണിഞ്ഞു നോക്കിയിട്ട് ഇങ്ങനത്തെ വർത്താനമൊക്കെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ആളിത് വീഡിയോ ഓൺ ചെയ്ത് സോഷ്യൽ മീഡിയ മൊത്തവും വൈറലാക്കി, സദാചാരം മറ്റേതെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കളിയാക്കുന്ന രീതിക്കാണ് ഇപ്പം. ഞാനെന്തോ ഇപ്പം എന്തെങ്കിലും ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സദാചാരം എന്നും പറഞ്ഞുകൊണ്ട് ഉടനെ അങ്ങ് പോസ്റ്റ് ചെയ്തിട്ടില്ല.
സത്യാവസ്ഥ എന്തുവാന്ന് നാട്ടുകാർ അറിയണം. ഇപ്പോൾ ഇത് വളരെയധികം ആഘോഷിക്കുകയാണ്. അദ്ദേഹത്തിന് ഇതിൻ്റെ പുറകിൽ ഒരുപാട് നേട്ടങ്ങളുണ്ടാവാം. അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് ഇത് വളരെ. ഇനി അടുത്ത ആൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുക. ഇതാണെങ്കിൽ മഹാമണ്ടത്തരം പൊട്ടത്തരമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹോസ്പിറ്റലിൽ ലോ BP-ക്ക് ചികിത്സ നേടിയിട്ട് തിരിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തേണ്ടത് ഓയൂരാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ആ വീഡിയോയിൽ. കൊട്ടാരക്കര ഓയൂർ ബൈപ്പാസ് റോഡിൽ നിന്ന് SKV സ്കൂളിന് തൊട്ട് മുമ്പ് 1 കിലോമീറ്ററിനകത്ത് മാറിയിട്ട് ഇനി ഡോക്ടർ അദ്ദേഹത്തിന് പ്രത്യേകം വല്ല പ്രിസ്ക്രിപ്ഷനിൽ. എടോ, ഒരു മനുഷ്യൻ വണ്ടി ഓടിച്ചുകൊണ്ട് ഇന്ന സ്ഥലത്തോടെ പോകുമ്പോൾ ഈ റൂട്ടിക്കിടെ പോകാമോളൂ എന്നൊന്നും എഴുതി വെച്ചിട്ടൊന്നുമില്ലല്ലോ, നിയമങ്ങളൊന്നുമില്ലല്ലോ. എന്താ ഹോസ്പിറ്റലിൽ പോയിട്ട് ആ വഴിക്ക് വരാൻ പാടില്ലേ? അവർക്ക് തോന്നിയായിരിക്കും ആ വഴിക്ക് വരണം എന്ന് തോന്നിയായിരിക്കും, അതുകൊണ്ട് വന്നു. കനാലിൻ്റെ പഞ്ചായത്ത് സൈഡിനോട് ചേർന്ന പഞ്ചായത്ത് റോഡാണ്. വളരെ മോശമായിട്ട് കിടക്കുന്ന ഒരു റോഡാണ്. ഇത്രയും ദൂരം ഇവിടെ വന്നു വിശ്രമിക്കേണ്ട ആവശ്യം അദ്ദേഹത്തിനില്ല. ഇവിടം വരെ വന്ന സമയം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട്ടിൽ ചെല്ലാം. എന്നിട്ടും അദ്ദേഹം ഇവിടെ വന്നാണ് വിശ്രമിച്ചത്. അതെന്താ, നമുക്ക് ഇഷ്ടമുള്ളിടത്ത് ഒരു നല്ലൊരു പ്ലേസ് കണ്ടപ്പോൾ വിശ്രമിച്ചു, അത്രയേ ഉള്ളൂ. അവിടെ വന്നപ്പോഴായിരിക്കും ആ പുള്ളിക്ക് തീരെ സുഖമില്ലാതെയായി. വൈഫ് പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ പുള്ളി പറഞ്ഞിട്ടുണ്ടാവും, എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല, നമുക്കൊന്ന് ഒതുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടയും ഉത്തരവാദിത്തം ആ വീടിൻ്റെ തൊട്ട് മുമ്പ് ഓണത്തിൻ്റെ തലേ ദിവസമായി സംഭവം ഉണ്ടാകുന്നത്. ആ കുട്ടി ഇവിടെ ഈ ഭാഗമൊക്കെ വൃത്തിയാക്കിയിട്ട് അവർ ഓണം ആഘോഷിക്കുന്നതാണ്. അപ്പോൾ ആ ഭാഗത്ത് മുമ്പിൽ വന്ന് ഇത്രയും മണിക്കൂറുകളോളം ഇങ്ങനെ കിടന്ന് ചിലവഴിക്കുന്ന കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കാനുള്ള അവകാശം. അയ്യയ്യോ, ഓണം ആഘോഷിക്കാൻ വേണ്ടി വീടിൻ്റെ ഫ്രണ്ട് വഴിയരികൊക്കെ വൃത്തിയാക്കിയിട്ട് അവിടെ ചീത്തയാക്കി. അതെന്താ, ഒരു കാറ് വന്ന് കിടന്ന ഒരു ഭാര്യയും ഭർത്താവും കാറിലിരുന്ന ആ വഴി ചീത്തയായി പോവോ? കമൻറ്റുകൾ ഇവരൊക്കെ ഇട്ടിരിക്കുന്ന ഈ പോസ്റ്റുകളെന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയെ എത്രത്തോളം അതിനെ ഹറാസ് ചെയ്യാമോ, എത്രത്തോളം ആ കുടുംബത്തെ അപമാനിക്കാമോ ആ രീതിയിലുള്ള കമൻറ്റുകളാണ് ഇട്ടിരിക്കുന്നത്. ഈ നാട്ടിലുള്ളവർക്ക് എല്ലാവർക്കും ഈ പരിസരമാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ യഥാർത്ഥ വസ്തുത മനസ്സിലായിട്ടുള്ളതാണ്. കാരണം ഒരുപാട് വട്ടം ഈ കഞ്ചാവ് മയക്കുമരുന്ന് ലഹരി മാഫിയകൾ വളരെയധികം അഴിഞ്ഞാടുന്നൊരു സ്ഥലം. എത്രയോ രാത്രികളിൽ സ്ഥിരം പോലീസിൻ്റെയും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയൊക്കെ പെട്രോളിംഗ് ഉള്ളൊരു സ്ഥലമാണിത്. അപ്പോൾ അങ്ങനെ അഴിഞ്ഞാടുന്നൊരു സ്ഥലത്ത് നമ്മൾ നാട്ടുകാർ പലതവണ ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. പലതവണ ഇതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങി എല്ലാവരും ഒരുമിച്ച് നിന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ കുട്ടി ഒറ്റപ്പെട്ടു പോയി. ആ സമയത്ത് ഓണത്തിൻ്റെ തിരക്കുകളൊക്കെ കൊണ്ട് പലർക്കും ഇവിടെ. അപ്പോൾ കേക്ക്, ആ സ്ഥലം കൊള്ളില്ലാത്ത സ്ഥലമെന്ന് തന്നെ പുള്ളി സമ്മതിച്ചു. കഞ്ചാവും മയക്കുമരുന്നും പെണ്ണുപിടുത്തവും പെണ്ണ് കേസും എല്ലാം ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ട് അതൊന്നും പിടിച്ച് ഇത്ര വലിയ വൈറലായില്ല? ഈ കാര്യം മാത്രം എന്താ വൈറലായത്? കാരണം ഞങ്ങൾക്കും പെൺകുട്ടികളുള്ളതാണ്. ഇപ്പം ഞങ്ങളുടെ കുട്ടികൾ ഇന്നത്തെ തലമുറ എന്ന് പറഞ്ഞാൽ എന്ത് കണ്ടാലും പ്രതികരിക്കുന്ന തലമുറയാണ്. അവർക്ക് തെറ്റ് കണ്ടാൽ അവർക്കറിയാം. കൊച്ചു കുട്ടികൾക്ക് വരെ തെറ്റ് കണ്ട് തിരിച്ചറിയാവുന്ന കുട്ടികളാണുള്ളത്. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴാണ് മനസ്സിലായത്, ഒരു ഭാര്യയും ഭർത്താവും കാറിലിരുന്ന തെറ്റാണെന്ന് ആ കുട്ടിക്ക് മനസ്സിലായി. അതാണ് മനസ്സിലായത്. പിന്നെ ബാക്കിയും കൂടെ പോരട്ടെ. പാവപ്പെട്ട ഒരു കൊച്ചു വീട് നോക്കുന്ന ഒരു കുഞ്ഞാണ്. അതിനെ ഇത്രയും പറഞ്ഞതിന് ആ പറഞ്ഞവർക്കെല്ലാം ദൈവം കൊടുക്കട്ടെ, അതേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പൊ നമ്മളായാലും നമ്മുടെ വീടിന്റെ മുമ്പിൽ കൊണ്ടുപോയി വണ്ടി ഒതുക്കിയിട്ട് അതിനകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പം ചോദ്യം ചെയ്യും. അതിപ്പോ അവര് 4 പേര് ചേർന്ന് തീർക്കാവുന്ന ഒരു പ്രശ്നം ഇത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് എടുത്ത് പബ്ലിക്കായിട്ട് ആ പോസ്റ്റ് ഇടുവാന്ന് വെച്ചാൽ അതിന്റെ ഉദ്ദേശം എന്തായിരിക്കും? അവന് റീച്ച് ഉണ്ടാക്കും. ആ കൊച്ചിനെ സമൂഹത്തിൽ മാനം കെടുത്തുക എന്നുള്ള ഒറ്റ ഉദ്ദേശമായിരിക്കും അയാൾ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ആ കൊച്ചിന്റെ ജീവിതം പോയില്ലേ? അവള് നാളെ എന്തെങ്കിലും ഇത് ചെയ്താൽ അവൻ എന്തോ സമാധാനം പറയും? അയാൾ പറയുന്നത് അയാളുടെ ഭാര്യയാണെന്ന് അറിയാൻ അവൾ അറിയുന്നുണ്ടോ? അതിപ്പോ കാറിന്റെ മണ്ടലല്ലോ സിന്ദൂരം ഇട്ടേക്കുന്ന അവൾ ഭാര്യയാണെന്ന് അറിയാൻ അവൻ പറയണമായിരുന്നു എന്റെ ഭാര്യയാണ്, അല്ലെങ്കിൽ വീടിന്റെ സൈഡിൽ നിന്ന് മാറിയെന്ന് എന്തും ചെയ്യാമല്ലോ ആയിട്ട് പ്രതികരിക്കണം. പ്രതികരിച്ച് കഴിയുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാകുന്നത്. ഞാൻ എന്നും കട അടച്ചിട്ട് വരുമ്പോഴത്തെ ഈ വഴി മൊത്തം മോശമാ. ഈ കാറ് അകത്തും ആള് കാണും, നമ്മളൊന്നും നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ കണക്ക് വേണ്ടാത്ത കാര്യങ്ങളാണ് അവിടെ കാണുന്നത്. അതുകൊണ്ട് ഇത് അപ്പോൾ ആ സ്ഥലം മൊത്തത്തിൽ ഇത് തന്നെയാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇവർ കാറ് കാണുന്നുണ്ട്, ഇത് തന്നെയാണ് ആ കാറിൻ്റെ ഉള്ളിലെന്ന് പറയുന്നത്. അപ്പോൾ എന്നെ ഇവർ കാറിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു നോക്കിയോ? അപ്പോൾ എന്തുകൊണ്ട് ഇതൊന്നും ഇവർ പിടിക്കുന്നില്ല? ഈ ഒരു ഭാര്യയും ഭർത്താവും വഴിയരികത്ത് നിന്ന് വിശ്രമിക്കാനിരുന്നപ്പോൾ എന്താന്ന് പോലും ചോദിക്കാതെ അവരെ ഈ മാതിരി ചീത്ത വിളിക്കുകയും അനാശ്വാസം എന്ന് പറയുകയും ചെയ്തു. പക്ഷേ ഇവരെന്തുകൊണ്ട് പിന്നെ അവിടെ ഇതിനും മുമ്പേ വന്ന് കിടക്കുന്നുണ്ട് ആൾക്കാർ, അതൊന്നും പിടിക്കാതെ ഒരു ഭാര്യയും ഭർത്താവിനെയും പിടിച്ചപ്പോൾ ഇതാണ് ഗതി കിട്ടിയേക്കണത്. അപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരു വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു 2K സദാചാരമാണിത്. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് അറിയിക്കണേ.
എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ടാറ്റാ.